നമസ്കാരം. നമ്മുടെ UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ സിവിൽ സർവീസ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഇത് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വെയിറ്റ് ചെയ്യുന്ന, ഒരുപാട് പേര് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് UPSC സിവിൽ സർവീസ് എക്സാം. അപ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ റിലീസായിട്ടുള്ളത്. ഇതിന്റെ ഓൺലൈൻ അപേക്ഷയും തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈൻ അപേക്ഷ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 24 ഫെബ്രുവരിയാണ്. ഇന്നലെ മുതലാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയത്. 24 ഫെബ്രുവരിക്ക് മുന്നേ നിങ്ങൾ UPSCയുടെ nic.in ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ മുഴുവൻ വിവരങ്ങൾ നോക്കാം. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കാനുണ്ട്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാ കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ആദ്യം തന്നെ പറയുന്നുണ്ട്, അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് upsc.online.nic ആണ്. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ പറയുന്നുണ്ട് പെനാൽറ്റി ഫോർ റോങ് ആൻസേഴ്സ്. ഇതാ ഇവിടെ കാണാം, പെനാൽറ്റി ഫോർ റോങ് ആൻസേഴ്സ്. പരീക്ഷയ്ക്ക് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓരോ പോസ്റ്റുകൾ നമുക്കറിയാം. IAS ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, IFS ഇന്ത്യൻ ഫോറിൻ സർവീസ്, IPS ഇന്ത്യൻ പോലീസ് സർവീസ്, പിന്നെ ഓഡിറ്റ്, സിവിൽ അക്കൗണ്ട്, കോപ്പറേറ്റീവ്, ഡിഫൻസ്, ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് വരുന്നുണ്ട്, പോസ്റ്റൽ സർവീസ് ഉണ്ട്, ഇന്ത്യൻ പോസ്റ്റ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് സർവീസ് വരുന്നുണ്ട്. പിന്നെ റെയിൽവേയിലേക്ക് ഇന്ത്യൻ റെയിൽവേ മാനേജ്മെന്റ് സർവീസ്, പിന്നെ ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇൻകം ടാക്സിലേക്ക്, കസ്റ്റംസിലേക്ക്, ഇന്ത്യൻ ട്രേഡ് സർവീസ് ഉണ്ട്, ആംഡ് ഫോഴ്സിലേക്ക്, പിന്നെ ഡൽഹി, പോണ്ടിച്ചേരി പോലീസും സിവിൽ സർവീസൊക്കെ വരുന്നുണ്ട്. RPF ഇന്ത്യൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും വരുന്നുണ്ട്. ഇതവിടെ കാണാം, ഇന്ത്യൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സർവീസ് ഗ്രൂപ്പ് A ആണ്. അപ്പോൾ നമുക്കറിയാം സിവിൽ സർവീസ് അത്ര എളുപ്പമുള്ളൊരു എക്സാമും കാര്യങ്ങളൊന്നല്ല. ഒരുപാട് പേര് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ്, നല്ല രീതിയിൽ എഫേർട്ട് എടുത്താൽ മാത്രമാണ് ഈ ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ നിങ്ങൾ അച്ചീവ് ചെയ്യുള്ളൂ. നോർമൽ ഒരു പരീക്ഷയല്ല. ഏകദേശം 2000 പുറത്ത് മാർക്ക് വരുന്നുണ്ടെന്നാണ്. ഐ തിങ്ക് 2000 മാർക്ക് വേണം. ടോട്ടൽ മാർക്ക് ഉണ്ട് ഈ ഒരു സെലക്ഷൻ. പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട്, അതായത് ഞാൻ പറഞ്ഞുതരാം. ടോട്ടൽ വേക്കൻസി വരുന്നത് 933 വേക്കൻസിയാണ്. ഇവിടെ കാണാം 933 വേക്കൻസി. അതിൽ 33 വേക്കൻസി പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി, അതായത് PWBD കാറ്റഗറിക്കാർക്കും 7 വേക്കൻസി, ബ്ലൈൻഡ്നെസ് ആൻഡ് ലോ വിഷൻ 11 വേക്കൻസി, ഡെഫ് ആൻഡ് ഹാർഡ് ഓഫ് ഹിയറിംഗ്, അതായത് കണ്ണ് കാണാതെ ചെവി കേൾക്കാത്തവർക്ക് സെപ്പറേറ്റ് വേക്കൻസി 11 വേക്കൻസി വന്നിട്ടുണ്ട്. 8 വേക്കൻസി ലോക്കോമോട്ടർ ഡിസബിലിറ്റി ഉള്ളവർക്കും തുടങ്ങിയ വേക്കൻസികളെല്ലാം കാണാം. PWBDക്കാർക്ക് സെപ്പറേറ്റ് ഒഴിവുകൾ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ വേക്കൻസി 933 ആണ്. അപ്പോൾ കേരളത്തിൽ ഇതിന്റെ സെലക്ഷൻ ക്രൈറ്റീരിയ, എക്സാമിനേഷൻ സെന്റർ ഒക്കെ വരുന്നുണ്ട്. UPSCയുടെ എല്ലാ പരീക്ഷയ്ക്കും കേരളത്തിൽ പരീക്ഷാ സെന്ററുകൾ കിട്ടും. അപ്പോൾ ആദ്യം പ്രിലിംസ് ആണ്. പ്രിലിംസിന് കേരളത്തിൽ വരുന്ന സെന്ററുകൾ കാണാം. കൊച്ചിയുണ്ട്, കോഴിക്കോട്, പിന്നെ തിരുവനന്തപുരം. ഈ 3 ജില്ലയിലാണ് പ്രിലിംസ് പരീക്ഷയുടെ സെന്ററുകൾ വരുന്നത്. ഇനി മെയിൻസ് പരീക്ഷാ സെന്റർ വരുന്നത് തിരുവനന്തപുരത്ത് മാത്രമാണ്. കേരളത്തിൽ മെയിൻസ് പരീക്ഷാ സെന്റർ വരുന്നത്. അപ്പോൾ എല്ലാവരും തിരുവനന്തപുരത്ത് പോയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടി വരും. പ്രിലിംസ് 3 ജില്ലയിലുണ്ട്, മെയിൻസ് തിരുവനന്തപുരം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ എലിജിബിലിറ്റി കണ്ടീഷനിൽ നാഷണാലിറ്റി ഇന്ത്യൻ സിറ്റിസൺ ആണ്. എല്ലാവരും ഇന്ത്യൻ സിറ്റിസൺ ആണ്. ഇനി ഏജ് ലിമിറ്റ് പറയുന്നത് ശ്രദ്ധിക്കുക. 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെയാണ് പറയുന്നത്. 1 ഓഗസ്റ്റ് 2026 അടിസ്ഥാനത്തിൽ 32 വയസ്സിന് താഴെയുള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. 2 ഓഗസ്റ്റ് 1994 മുതൽ 1 ഓഗസ്റ്റ് 2005 ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷ അയക്കാം. ഇനി 5 വർഷം നിങ്ങൾ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 വർഷവും 3 വർഷം OBCക്കാർക്ക് വയസ്സിന് ഇളവും കൊടുക്കുന്നുണ്ട്. ആ കാര്യം കൂടി ഓർത്തു വയ്ക്കാം. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്കറിയാം. മിനിമം ഡിഗ്രി. A candidate must hold a graduate degree of any of the university incorporated by an act. അതായത് ഏതെങ്കിലും ഒരു ബിരുദം, എനി ഡിഗ്രി, നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപേക്ഷ അയക്കാൻ പറ്റും. ഇനി ഡിഗ്രിയാണ്. ഇനി നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു പ്രിലിംസിന് മുന്നേ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ SC/STക്കാരാണെങ്കിൽ എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതാൻ പറ്റും. OBC ആണെങ്കിൽ 9 തവണ മാത്രമാണ് പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അതായത് മുന്നേ നിങ്ങൾ ഏകദേശം ഒരു 9 വട്ടം അപ്ലൈ ചെയ്ത് പ്രിലിംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപേക്ഷ അയക്കാൻ പറ്റുന്നുണ്ടാവില്ല. OBC ആണെങ്കിൽ. PWBD ആണെങ്കിൽ 9 ഫോർ ജനറൽ, EWS, OBC അൺലിമിറ്റഡ് ഫോർ SC/ST. PWBD കാറ്റഗറിയിൽ 9 പ്രാവശ്യമാണ് ജനറൽ, EWS, OBCക്കാർക്ക് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. SC/STക്കാർക്കാണെങ്കിൽ എത്ര തവണ വേണമെങ്കിലും പരീക്ഷ എഴുതാൻ പറ്റും. പ്രിലിംസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം കേട്ടോ. വെറുതെ എക്സാം ഫീസൊക്കെ അടച്ച എക്സാം
അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് കൗണ്ട് ചെയ്യില്ല, അറ്റംപ്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്യില്ല. ഓക്കെ, അത് മനസ്സിലായി. ഇനി നമുക്കിതിൻ്റെ ഫീസ് നോക്കാം. ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപയാണ് വരുന്നത്. പെൺകുട്ടികൾക്ക് ഫീസ് വരുന്നില്ല. അതുപോലെ SC ST PWBD കാറ്റഗറിക്കാർക്ക്, ആൺകുട്ടികളിൽ SC ST PWBD കാറ്റഗറിക്കാർക്ക് ഫീസ് വരുന്നില്ല. ബാക്കി വരുന്ന ജനറൽ OBC കാരൊക്കെ 100 രൂപ പേയ്മെൻറ്റ് അടയ്ക്കണം. ബോയ്സ്, ഗേൾസിന് ഫീസ് വരുന്നില്ല. ഇനി അപേക്ഷ അയക്കേണ്ട വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ആ ഒരു ലിങ്കിൽ കയറി നിങ്ങൾ അപേക്ഷ അയക്കുക. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ ഞാൻ പറഞ്ഞുതരാം. അപേക്ഷ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നുണ്ട്, 24 ഫെബ്രുവരിയാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ സെലക്ഷൻ പ്രൊസീജിയർ ആദ്യം ഇതിലേക്ക് എക്സാം ആയിരിക്കും. അപ്പോൾ പ്ലാൻ ഓഫ് എക്സാമിനേഷൻ, എക്സാമിൻ്റെ സ്കീമും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ 2 എക്സാമാണ്, പ്രിലിംസ്, മെയിൻസ്. 0.33 നെഗറ്റീവ് മാർക്കിംഗ്, 3 എണ്ണം നിങ്ങൾ റോങ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 1 മാർക്ക് നിങ്ങളുടെ നെഗറ്റീവായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ പ്രിലിംസിൽ വരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് OMR ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഓഫ് ദ സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിനേഷൻ വിൽ ബി ക്വാളിഫയിങ് പേപ്പർ വിത്ത് മിനിമം ക്വാളിഫയിങ് മാർക്ക് ഫിക്സഡ് അറ്റ് 33%. 33% മാർക്കോടുകൂടി നിങ്ങൾ പാസ്സായാൽ പ്രിലിംസ് പാസ്സായി. അതിനുശേഷം നിങ്ങൾക്ക് ഇത് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആവുക. അതിനുശേഷം മെയിൻ എക്സാം ആയിരിക്കും. മെയിൻ എക്സാം ആണ് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് ആയിട്ട് വരിക. മെയിൻ എക്സാം വലിയൊരു എക്സാമാണ്, ഹ്യൂജ് എക്സാം ആണെന്ന് തന്നെ പറയാം. കാരണം പാർട്ട് എയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് 300 മാർക്കിന് വരുന്നുണ്ട്. ശ്രദ്ധിക്കാട്ടോ, 300 മാർക്കിന്. ഇംഗ്ലീഷ് 300 മാർക്ക്. പിന്നെ essay വരുന്നുണ്ട് 250 മാർക്ക്. ഇനി ജനറൽ സ്റ്റഡീസ് ആണ്. മൊത്തം 4 പേപ്പർ വരുന്നുണ്ട്. ജനറൽ സ്റ്റഡീസ് മാത്രം ഇന്ത്യൻ ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ, ഹിസ്റ്ററി ആൻഡ് ജിയോഗ്രഫി ഓഫ് ദ വേൾഡ് ആൻഡ് സൊസൈറ്റി 250 മാർക്കിന് വരുന്നുണ്ട്. പിന്നെ ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റി, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ് 250 മാർക്കിനും, ടെക്നോളജി, എക്കണോമിക് ഡെവലപ്മെന്റ്, ബയോഡൈവേഴ്സിറ്റി, എൻവയോൺമെന്റ്, സെക്യൂരിറ്റി ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് 250 മാർക്കിനും, പിന്നെ എത്തിക്സ്, ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് 250 മാർക്കിന്. അപ്പോൾ ജനറൽ സ്റ്റഡീസ് മാത്രം 4 പേപ്പർ വരുന്നുണ്ട്. പിന്നെ ഓപ്ഷണൽ സബ്ജക്റ്റ് ആണ് പേപ്പർ 1 250 മാർക്ക്, പേപ്പർ 2 250 മാർക്ക്. അങ്ങനെ ടോട്ടൽ എക്സാം മാത്രം 1750 മാർക്കിനുള്ള എക്സാമാണ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് പഠിക്കാൻ പറ്റിയ ബുക്കിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. ആ ഒരു ബുക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്ത് പഠിക്കുക. അത് മാത്രം പോരാ, സിവിൽ സർവീസാണ്, ബുക്ക് മാത്രം പോരാ, നിങ്ങൾക്ക് കിട്ടാവുന്ന സോഴ്സുകളെല്ലാം നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോളൂ. അപ്പോൾ എക്സാം 1750 മാർക്കും 275 മാർക്കിന് ഇൻ്റർവ്യൂ. അങ്ങനെ ഗ്രാൻഡ് ടോട്ടൽ 2025 മാർക്കിനാണ് ഈ ഒരു സെലക്ഷൻ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ പ്രിലിംസ് 200 മാർക്കിന് പേപ്പർ 1, 200 മാർക്ക് പേപ്പർ 2, 2 മണിക്കൂർ വീതം, അങ്ങനെ 4 മണിക്കൂറിൻ്റെ പ്രിലിംസും പിന്നെ മെയിൻസ് എക്സാം ഒക്കെ വരുന്നുണ്ട്. ഇതാണ് ഡീറ്റെയിൽസ്. മെയിൻസ് എക്സാം നിങ്ങൾ നല്ല രീതിയിൽ മാർക്കോട് കൂടി പാസ്സായാൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് നടത്തുക. അപ്പോൾ മൊത്തം 160 പേജ് നോട്ടിഫിക്കേഷനാണ്. ഇതിൽ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ പറ്റി എന്തെങ്കിലും ഡൗട്ടുകൾ വരികയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. എല്ലാവരും പ്രിപ്പറേഷൻ തുടങ്ങുക. ഡെയിലി പ്രോപ്പറായിട്ട് ഒരുപാട് അപ്ഡേറ്റ്സുകൾ എത്തിക്കാനുണ്ട്. എല്ലാം കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. എങ്കിലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.